ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. യോഗം 11 മണിക്ക് പാർലമെന്റിലെ ലൈബ്രറി കെട്ടിടത്തിൽ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യം സ്വീകരിക്കേണ്ട നയതന്ത്ര നടപടികളും സുരക്ഷാ നീക്കങ്ങളും പ്രധാന അജണ്ട. അതിർത്തിയിൽ തുടരുന്ന പാക് പ്രകോപനത്തിലെ തുടർ നീക്കങ്ങളും ചർച്ചയാകും. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ. പാക് അധീന കശ്മീരിലും പൂഞ്ചിലും നടന്ന ആക്രമണങ്ങളിൽ ഒരു ജവാനടക്കം 15 പേർ മരിച്ചു. മരിച്ചത് ലാൻസ് നായിക് ദിനേശ് കുമാർ. ജമ്മു കാശ്മീരിലെ കുപ്വാരയിലും അതിർത്തി കടന്ന് ഷെല്ലാക്രമണം നടത്തി പാകിസ്ഥാൻ. ആക്രമണം കർണ പ്രദേശത്തെ ജനവാസ മേഖല ലക്ഷ്യമിട്ടെന്ന് റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ കേരളത്തിലെത്തിയിരുന്നതായി NIA. ആക്രമണത്തിനു പിന്നിൽ TRF തലവൻ ഷെയ്ഖ് സജാദ് ഗുൽ എന്ന് NIA റിപ്പോർട്ട്. സജാദ് ഗുൽ കേരളത്തിൽ പഠിച്ചത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ്. തിരിച്ചെത്തി കശ്മീരിൽ ആരംഭിച്ച ലാബ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്നും NIAയുടെ കണ്ടെത്തൽ. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി ഇന്ന്. ശിക്ഷ വിധിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. പ്രതി കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും. കൊലയ്ക്ക് പിന്നിൽ കുടുംബത്തോടുള്ള പ്രതികാരമെന്ന് പ്രോസിക്യൂഷൻ. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ പരിശോധന റിപ്പോർട്ട്. പോപ്പിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് ഇന്നും തുടരും. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തീരുമാനമായില്ല. സിസ്റ്റൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് ഉയർന്നത് കറുത്ത പുക. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുക 2 റൗണ്ട് വോട്ടെടുപ്പുകൾ കൂടി.